നമസ്കാരം. 2 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായ കാരണം വീഡിയോയിൽ വരാൻ പറ്റിയില്ല, യൂട്യൂബിൽ വരാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവരുടേതായ നിബന്ധനകളുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അധികാരവും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പിന്നെ ഓരോ സ്കൂളിലെയും യൂണിഫോം തീരുമാനിക്കുന്നത്, അവിടുത്തെ നിയമങ്ങൾ തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റിൻ്റെ നിയമപ്രകാരം മാത്രമേ അവിടെ ഓരോ കുട്ടിക്കും പ്രവേശനം നൽകുകയുള്ളൂ. അത് പ്രവേശന സമയത്ത് തന്നെ വ്യക്തമായി കുട്ടികളെയും രക്ഷിതാക്കളെയും ബോധിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അതിനു പുറമെ പ്രവേശനം നടക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ പ്രവേശനം നൽകുന്നുള്ളൂ. മാത്രമല്ല, അവർക്ക് ഡയറി എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. ആ ഡയറിയിൽ പ്രത്യേകമായിട്ട് ആ സ്കൂളിൻ്റെ റൂൾസ്, നിയമാവലികൾ എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അത് CBSE സ്കൂളാണ്. CBSE സ്കൂളായതുകൊണ്ട് സെൻട്രൽ ബോർഡാണ് അതിൻ്റെ കൺട്രോളിങ്, അതുപോലെ അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മന്ത്രിക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്കോ DDക്കോ റോളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്വം സെൻട്രൽ ബോർഡിനാണ്. അവരാണ് അതിൻ്റെ തീരുമാനങ്ങളും പരീക്ഷ നടത്തിപ്പുകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ അതൊരു പബ്ലിക് സ്കൂളാണ്, ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളാണ്. അത് മതപാഠശാലയല്ല, സ്കൂളാണ്, CBSE സ്കൂളാണ്. അതുകൊണ്ട് എനിക്കൊന്ന് പറയാനുള്ളത്, നമുക്ക് ഇഷ്ടപ്പെടാത്തതായ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളെ ചേർത്താതിരുന്നാൽ പോരെ. ആർക്കാണ് അവിടെ സൗകര്യമെങ്കിൽ അവിടെ പഠിച്ചാൽ മതി. ആ സ്കൂളിൻ്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തയ്യാറുള്ള മാത്രമേ ഒരു വിദ്യാലയത്തിൽ പ്രവേശനം നേടാവൂ. അല്ലാത്തവർ അവർക്ക് സൗകര്യപ്പെട്ട സ്കൂളുകളിൽ പ്രവേശനം നേടുകയാണ് ചെയ്യേണ്ടത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അടുത്തായിട്ട് കേരളത്തിൽ 2-3 സംഭവങ്ങളാണ് നടന്നത്. ഒന്ന്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ മൂടിക്കെട്ടിയ വസ്ത്രം ധരിക്കാൻ അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊല്ലാപ്പ്. പിന്നെ എറണാകുളം ജില്ലയിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഒരു കോളേജിൽ നിസ്കാരത്തിന് മുറി വേണമെന്ന് പറഞ്ഞ ഒരു വിഷയം. ഇപ്പോൾ ഈ അടുത്ത് സെൻറ്റ് റീത്താസിലെ വിഷയം. ഇത് ഇവർ ബോധപൂർവം ചെയ്യുന്നതല്ലേ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾക്ക് ആവശ്യം വിദ്യാഭ്യാസം നേടുക എന്നതാണ്, അല്ലാതെ നമ്മുടെ മതം പ്രദർശിപ്പിക്കുക എന്നുള്ളതല്ല. മതം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യമാണ്, അത് പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല. നമ്മളുടെ സൗകര്യത്തിന് നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. സെൻറ്റ് റീത്താസ് എന്ന് പറയുന്ന ഒരു CBSE സ്കൂളിൽ ഏതെല്ലാം വിധത്തിലുള്ള ജാതിയിലും മതത്തിലുമുള്ള കുട്ടികൾ പഠിക്കുന്നു. അത് അവരുടെ പ്രൊസീജിയർ അനുസരിച്ചാണ് പോകുന്നത്. പിന്നെ അധ്യാപകരുടെ യൂണിഫോമിനെ, അതായത് ക്രിസ്ത്യൻ സിസ്റ്റേഴ്സിൻ്റെ യൂണിഫോമിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല. ഒരു സന്യാസിനി സമൂഹമാണ്. സന്യാസിനി സമൂഹം അവരുടെ മുടി വടിച്ചു കളഞ്ഞ്
ആ വസ്ത്രം സ്വീകരിക്കുകയാണ്, തിരുവസ്ത്രം സ്വീകരിക്കുകയാണ്. മറ്റ് പലരും മതവസ്ത്രങ്ങളാണ്. മതവസ്ത്രങ്ങൾ എന്ന് പറയുന്നത് തലമറയ്ക്കുക എന്നുള്ളത് ചില മതങ്ങളുടെ പ്രത്യേകതകളാണ്. അത് അനിവാര്യമായി അവർ ചെയ്യേണ്ടതുമാണ്. പക്ഷേ നിരോധിക്കപ്പെട്ടിട്ടുള്ളതായ വസ്ത്രധാരണങ്ങൾ ഒരു കാരണവശാലും അനുവദനീയമല്ല. ഇത്തരം ബഹളം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ മോശമായ ഒരു കാര്യമാണ് അതുണ്ടായത്. ഞാൻ ഖേദിക്കുന്നു. ഇനിയും അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.